ക്ഷേത്രത്തിൽ വന്ന് നിത്യവും നിയമാനുസൃതമുള്ള പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിച്ച് പ്രസാദങ്ങൾ സ്വീകരിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്നവരുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. അല്ലേ? എല്ലാവരും രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിലൊക്കെ ഉണരില്ലേ? എത്ര മണിക്ക് ഉണരും? ഒരു 5 മണിക്ക് ശേഷം എന്തായാലും എല്ലാവരും ഉണരും. ഒരു 6-നുള്ളിൽ അല്ലേ? മതി. നമുക്ക് സരസ്വതീയാമവും ബ്രാഹ്മ മുഹൂർത്തവും ഒക്കെ കൂടെ മിക്സായിട്ടുള്ള 3:30 വെളുപ്പിനൊക്കെ നമ്മൾ എണീക്കാറുണ്ടല്ലേ? ക്ഷേത്രങ്ങളൊക്കെ തുറക്കുന്ന ആ സമയത്താണ്. കാരണം എന്താണ്? പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ വിഷാംശമില്ലാത്ത ശുദ്ധവായുവുള്ള സമയമാണതല്ലേ? ആ സമയത്ത് നമ്മൾ ഉണർന്നിട്ട് എന്ത് ചെയ്യും? കുളിക്കും അല്ലേ? അതിരാവിലെ ഉണർന്ന് കുളിച്ചിട്ടല്ലേ ഇവിടെ എല്ലാവരും അടുക്കളയിൽ കയറുള്ളൂ? ഉറപ്പല്ലേ? പക്ഷെ തല ആടുന്നില്ല ആരുടെയും. ഭർത്താക്കന്മാർ പുറകിലിരുന്ന് ചിരിക്കണം. എൻ്റെ ഭാര്യ 3 ദിവസം കൂടുമ്പോഴാണ് കുളിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് അവൾ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നത്? ഭർത്താക്കന്മാരിരുന്ന് ചിരിക്കണം. ഞാൻ വഴക്കിട്ടിട്ടാണ് കുളിക്കുന്നതെന്നൊക്കെ അവർ പറയണം. നാണക്കേടാണ്. എല്ലാ ദിവസവും കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നവരൊന്ന് കൈപൊക്കിക്കേ. കൈപൊക്കിയിട്ട് ആലോചിക്കണം, ഇന്ന് ഞാൻ കുളിച്ചിട്ടാണോ കയറിയത്? ആണോ? ശരിക്കും കുളിച്ചിട്ട് വേണം അടുക്കളയിൽ കയറാൻ. പണ്ട് കാലത്ത് പുതുപ്പെണ്ണ് വരുമ്പോൾ അമ്മായിയമ്മ വരും, മോളെ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് കുളിക്കണേ, ഇവിടുത്തെ ആചാരമാണ് എന്ന് പറയും. അത് ആചാരമല്ല, ആരോഗ്യമുണ്ടാകുന്ന ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ്? അതിരാവിലെ ഉണർന്ന് ജനലും വാതിലും പണ്ടൊക്കെ തുറന്നിടാമായിരുന്നു. ഇന്ന് പെരുമ്പാവൂർ സൈഡ് തുറന്നിടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല ജനലും വാതിലൊക്കെ. കാരണം അവസാനം കഴുത്തേ കിടക്കുന്ന സാധനം ഒന്നും കാണില്ല. അതുകൊണ്ട് അത്യാവശ്യം ഒരു ജനലൊക്കെ തുറന്നിട്ട് ആ കാറ്റിനെയൊക്കെ ഒന്ന് സ്വീകരിച്ച് അല്ലേ നേരെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറി. പണ്ട് കാലത്ത് അഗ്നി ജനിപ്പിക്കുമ്പോൾ ഒരു നാളികേരം ഹോമിക്കുമായിരുന്നു ഗണപതിക്കും അഗ്നിക്കുമായിട്ട് അല്ലേ? അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്ത് ഭർത്താവിനും മക്കൾക്കും കൊടുത്താൽ അവർക്ക് ആരോഗ്യം ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾ 1 മാസം പരീക്ഷിക്കുക. നിങ്ങൾ കുളിച്ചതിന് ശേഷം അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യുക. 1 മാസം കുളിക്കാതെ അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യുക. ഈ 2 മാസത്തിലുമുള്ള നിങ്ങളുടെ ആരോഗ്യവും അവസ്ഥയും സമാധാനവും എന്താണെന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ചെയ്യുക.